പ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആ പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ പോകുകയാ. അവിടെ നിന്നൊരാള് വിളിച്ചു പറയുകയാണ്, കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ പോകുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു ഒരാള് വിളിച്ചു പറയുന്ന കണ്ടതൊക്കെ മതി പുതിയ. ആ 3 കഷ്ടം വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. മോനെ കൊണ്ടുവന്നടാ. നിന്റെ വീടിന്റെ മുമ്പിൽ വിളിക്കാതെ തന്നെ ഒരു വാഹനം വരികയാണ്. 5 പൈസ കൊടുക്കണ്ടടോ. ഏതോ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിലും ഒരു വാഹനം കടന്നു വരികയാണ്. മോഡലിന് വ്യത്യാസമൊന്നുമില്ല. എത്ര കൊല്ലം കൊടിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ്. ഡ്രൈവർ വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഇൻഷുറൻസ് വേണ്ട. ഏത് വാഹനമെന്നറിയുവോ? ഈ പള്ളിയുടെ മൂലയിൽ പൊടിയടിച്ച് കിടക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ, അത് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുകയാണ്. നിന്നെ എടുത്തതിനകത്തേക്ക് മലർത്തി കിടത്തുകയാ. നിലവിളിയാ. മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാണ്. എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. വിലയില്ലടോ, അന്നത്തെ കണ്ണുനീരിന് പരിഗണനയില്ലടോ. എല്ലാവരും വീടിനകത്ത് കിടന്ന് കരയുമ്പോ ആ മയ്യത്ത് കെട്ടിൽ 6 പേരങ്ങ് ഉയർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനാസ നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്, നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. ആ ജനാസ കൊണ്ടിറങ്ങുമ്പോ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ്. മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ്. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, മക്കളെ ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറടക്കമോനെ. വാപ്പ വിളിച്ചു പറയുകയാ, ഉമ്മ വിളിച്ചു പറയുകയാ, മോനെ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കടാ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകടാ എന്ന് മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ മയ്യത്തിന് ഖബറിൽ പോയാ മതി, ആ മയ്യത്തിന് ഖബറിൽ പോയാ മതി. അത് വിളിച്ചു പറയുന്ന പെട്ടെന്ന് കൊണ്ടുപോകാൻ ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, മോനെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ എന്ന് ഫോൺ കോൾ വരുമ്പോ അതാ കരഞ്ഞുകൊണ്ടാ ഓടുന്നത്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാ. വണ്ടി എടുത്തുകൊണ്ട് പായുകയാണ്. കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഉമ്മ മരിച്ചല്ലോ, വാപ്പ മരിച്ചല്ലോ. നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. ഉമ്മാടെ റൂമിനകത്തേക്ക് ഓടുകയാ. മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ ആ റൂമിനകത്ത് കേറുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാ. റൂമിനകത്ത് വല്ലാത്ത ഒരു സുഗന്ധമാണ്. ഇതുപോലെ ഒരു സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശ്വസിച്ചിട്ടില്ല. പടച്ചവനെ, വല്ലാത്ത ഒരു സുഗന്ധമാണ്. അതുമാത്രമല്ല, മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്തിട്ടിരുന്ന ആ വെള്ള തുണിയങ്ങു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്
ഈ റോഡിലൂടെ നിലവിളിച്ചു കൊണ്ടുപോയവന്റെ കണ്ണ് കരച്ചിലങ്ങ് മാറുകയാണ്. ആ നിലവിളി അങ്ങ് മാറുകയാണ്. അവന്റെ കണ്ണ് നിറയുന്നുണ്ട്, അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. എന്തേ കാരണമെന്നറിയുവോ? മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. വാപ്പയ്ക്ക് ഇതുപോലെ പ്രകാശമില്ല. വാപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നു. പടച്ചവനെ, ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ്. ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ്. ഉപ്പയുടെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്, മൂക്കിന്റെ ദ്വാരം വികസിച്ചിട്ടുണ്ട്. പടച്ചവനെ, ശരീരത്ത് സുഗന്ധമുണ്ട്. അൽഹംദുലില്ലാഹ്, വാപ്പയ്ക്ക് അല്ലാഹു ഒരു നല്ല മരണമാണ് കൊടുത്തത്. മക്കള് തന്നെ പറയുകയാ, ഉസ്താദേ, ഉമ്മ മരിച്ചത് സംസം വെള്ളം കുടിച്ച് ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ്, ഒന്നുകൂടിയാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഞങ്ങള് കേട്ടു ഉസ്താദ് എന്ന് മക്കള് പറയുമല്ലോ. എന്നാ ഇത്രയും നല്ല ഒരു മരണം അല്ലാഹു കൊടുത്തു. നിങ്ങൾ നോക്കിക്കേ, മക്കൾ ഓടി വീട്ടിലേക്ക് ചെല്ലുക, നിലവിളിച്ചുകൊണ്ടാ പോയത്. ഓടി ചെന്ന് നോക്കുമ്പോ റൂമിൽ കയറുമ്പോ തന്നെ അത്തറടിച്ചതുപോലെ വല്ലാത്ത ഒരു സുഗന്ധം. മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുഖത്ത് നിന്ന് ഇങ്ങനെ തുണി ഉയർത്തുമ്പോ വാപ്പ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്ക. എന്തൊരു പ്രകാശം, ചുണ്ടില് പുഞ്ചിരി. പടച്ചവനെ, എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നല്ലോ. ആ മകൻ തന്നെ പറയും, അല്ലാഹു എൻ്റെ ഉപ്പാന് നല്ല മരണമാണ് കൊടുത്തത്, എൻ്റെ ഉമ്മയ്ക്ക് നല്ല മരണമാണ് കൊടുത്തത്. എൻ്റെ ഉപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാണ്, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് എന്ന് നമ്മൾ തന്നെ പറയും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ പറയും, വാപ്പ അവിടെ കിടക്കട്ടെ, ഗൾഫിൽ കിടക്കുന്നവൻ വരാനുണ്ട്, അവിടെ കിടക്കുന്നവൻ വരാനുണ്ട്, ഈ വാപ്പ സ്വർഗത്തിൽ പോകണ്ട, കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ജനാസ നമ്മൾ ഇവിടെ പിടിച്ച് കിടത്താറുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യണ എന്താ? വാപ്പ മരിച്ചത് സ്വർഗം കണ്ടിട്ടാ. വാപ്പായ്ക്ക് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി. മോൻ പറയുക, അവിടെ കിടക്ക് വാപ്പ, ഇനി ഗൾഫിൽ കിടക്കുന്നവൻ വരണം, അവൻ വരട്ടെ, അവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കോഴിക്കോട് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, അവൻ വരട്ടെ, ഇവൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നതിനെ തടഞ്ഞു വെച്ചുകൊണ്ട് പല മക്കളും മയ്യത്ത് കബറടക്കാൻ താമസിപ്പിക്കുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വാപ്പ സ്വർഗത്തിൽ പോകാൻ കിടക്കുമ്പോൾ പറയുക പോകണ്ടെന്ന്. ഈ വാപ്പ നിന്നെ ശപിക്കുമോ? നിനക്ക് വേണ്ടി ദുആ ചെയ്യുമോ? എടാ, വാപ്പ ജീവിച്ചത് തന്നെ സ്വർഗത്തിൽ പോകാനാ. മോൻ പറയുക അവിടെ കിടക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ മയ്യത്ത് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം, നല്ലവനാണെങ്കിൽ പറയും എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കാൻ. അത് മയ്യത്തിൻ്റെ ആഗ്രഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ജനാസ ചുമന്നിട്ടുണ്ടല്ലോ, ചില ആൾക്കാരുടെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ഈ വഴിയോരത്ത് കെട്ടിയിട്ടിരിക്കുന്ന ആടും പശുവൊക്കെ കിടന്ന് തുള്ളിച്ചാടാറുണ്ടല്ലോ, അത് കിടന്നൊരു വെപ്രാളപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഈ മോശമായ മയ്യത്ത് വിളിച്ചു പറയും, എന്നെ നിങ്ങൾ എവിടെ കൊണ്ടുപോവാ, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് ആ മയ്യത്ത് നിലവിളിച്ചുകൊണ്ട് പറയുന്നത് കാണുന്നത് കൊണ്ടാണ് ഈ മൃഗങ്ങൾ ചാടുന്നത്. എന്നാൽ ഒരു നല്ല മയ്യത്ത് പറയും, എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കാൻ. ആ ജനാസ കൊതിച്ചുകൊണ്ട് വിളിച്ചു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള ഒരു മരണം നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം മരിച്ച ഉടനെ കൊണ്ടുപോയി കബറടക്കണമെന്നല്ല. കാണിക്കേണ്ടവരെയൊക്കെ കാണിക്ക്. ഒരു പരിധി വേണം, ഒരു പരിധി വേണം. ഒരു വക്കത്ത്, ഒരു വക്കത്ത് സുബഹിക്ക് ശേഷം മരിച്ചു, ളുഹർ വരെയൊക്കെ വെക്കാം. ഒരു വക്കത്ത് കഴിയും, അടുത്ത വക്കത്തിന് മുമ്പ് ഖബറടക്കാൻ നോക്കണം. അല്ലാതെ കയറ്റി മറ്റേ ഫ്രീസറിനകത്ത് കയറ്റി വെക്കുന്നത് പോലെ വാപ്പയുടെ ജനാസ കയറ്റി വെച്ച് ഉമ്മയുടെ ജനാസ കയറ്റി വെച്ചിട്ട് ആ കാണിക്കുന്നത് സ്നേഹമല്ലടോ, അവരോട് ചെയ്യുന്ന അക്രമമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ ജനാസ പള്ളിയിൽ കൊണ്ടുചെന്നു, അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, അതാ പടച്ചവനെ പള്ളിയിൽ നിന്ന് ജനാസ കൊണ്ടിറങ്ങുകയാണ്. ആ ജനാസയിന് പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കൊണ്ടിറങ്ങുകയാ. ഖബറിലേക്ക് കൊണ്ടുപോകാ പള്ളിയിൽ നിന്ന് ജനാസ ഇറക്കുമ്പോ, ആ ഖബർസാനിലേക്ക് ഇറക്കുമ്പോൾ ആ ഖബറിനകത്തല്ല, ഖബർസാനിലേക്ക് ജനാസ ഇറക്കുമ്പോ ആ
ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ്. ആ ജനാസ ഒരാളുടെ സംസാരം കേൾക്കുകയാണ്. ആരാണ് മയ്യത്തിനോട് സംസാരിക്കുന്നതെന്നറിയുമോ? ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ആ ഖബർ സംസാരിക്കുകയാണ്. എല്ലാവരോടും സംസാരിക്കുമടോ. സിറാജിന് നാവുള്ളത് പോലെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാവുള്ളത് പോലെ ഖബറിന് നാവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖബർ സംസാരിക്കുന്നുണ്ടോ? കേൾക്കാത്തത് നമ്മുടെ പോരായ്മയാണ്. എല്ലാവരോടും ആരെല്ലാം പള്ളിപ്പറമ്പിൽ പോകുന്നുണ്ടോ, ആരൊക്കെ സിയാറത്തിന് പോകുന്നുണ്ടോ, ആര് പള്ളിപ്പറമ്പിൽ പോയാലും ഖബറാ മനുഷ്യനോട് സംസാരിക്കുമെന്നാണ്. ആ ചിന്തയൊന്നും നമുക്കില്ലല്ലോ. നമുക്ക് ഖബറിനെ കുറിച്ച് അറിയില്ലല്ലോ. നമുക്ക് കളിയാണ്, തമാശയാണ്. നമ്മൾ രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, ഫോൺ വിളിക്കുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, കുടുംബകാര്യം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്. എന്നാ ഖബറിനെ കുറിച്ച് നിനക്കറിയുമോ? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മോനെ ഖബറിനെ കുറിച്ച് പറയും